ഇത് അരിച്ചു വെച്ച മാവാണോ? അരിപ്പെടുത്ത്. ഇടിയപ്പത്തിൻ്റെ അരിപ്പ് തന്നെ വേണം. ഇതാണ് ഇടിയപ്പത്തിൻ്റെ അരിപ്പ്. ഇതല്ലേ ഇത് തരി അതൊരുപാട് തരി. അല്ല ഈ കിടക്കണ തന്നെ. അരിക്കണത് ഇതിലരിക്കാം. അപ്പോൾ ഗെയ്സ് ഇന്ന് രാവിലെ ഇടിയപ്പമാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ ഇത് പുട്ടിൻ്റെ മാവാണ്. പുട്ടിൻ്റെ മാവ് ഞാമ്പം ഒരു മണിക്ക് 2 പക്ഷേ ഇത് ഇത്രയും തരിയാണ്. ഇത്രയും തരി നമുക്ക് മാറ്റി വെക്കണം. അതിൽ നിന്ന് എടുക്കട്ടെ. പോരല്ലേ? അപ്പോൾ വേറെ എടുത്തിട്ട് വാ. വേറെ മാവ് ഇന്നലെ ഞാൻ പൊടിച്ച് വെച്ചിരിക്കുന്ന മാവിനെയും കൂടി എടുക്കാം. ഇടിയപ്പാകുമ്പം ഇന്നലെ പൊടിച്ച് വെച്ച മാവ് ഇതാണ്. അപ്പം അത് ഒരു 2 സ്പൂൺ കൂടെ എടുക്കാം നമുക്ക്. ഇതുകൂടെ കൊണ്ടുപോകും അതിനകത്തിട്ടോ. ഇതിൻ്റെ തരി ഉണ്ടാവുമല്ലോ. ഇതും പൊട്ടിനുള്ള മാവ് തന്നെയാണ്. ഇപ്പം നമ്മൾ ഇടിയപ്പത്തിനുള്ള വെള്ളം തിളച്ചുകൊണ്ടിരിക്കുകയാണ്. ചൂട് വെള്ളത്തിലാണ് നമ്മളത് പണി ചെയ്യുന്നത്. രാവിലെ മോർണിംഗിനുള്ള പരിപാടി ഇതാണ്. അല്ല ഇതിൽ കുറച്ച് തരി മതിയില്ലത്. ഇപ്പം നമ്മളുടെ ഇടിയപ്പം ഇത്രയും ചിലവാകുമെന്നാണ് എൻ്റെ ഡൗട്ട്. അപ്പോൾ ഇടിയപ്പത്തിൻ്റെ മാവ് കുഴക്കണ്ടേ? വെള്ളം തിളച്ച് കഴിഞ്ഞു. ഓഫ് ചെയ്യുന്നു. ഒരു തേങ്ങ പൊട്ടിച്ച് തിരുമ്മിയെടുക്കും. അപ്പോൾ അത് കുഴക്കുകയാണ്. എന്നാൽ പിടിച്ചത് നമ്മളത് കുറേശ്ശെ വീട്ടി പരുവപ്പെടുത്തിയെടുക്കണം. ഇവിടെ ചിലയിടത്ത് ഇടിയപ്പത്തിന് നൂൽപുട്ടെന്നാണ് പറയണത്. രാവിലെ എക്സസൈസ് ചെയ്തില്ല ഗെയ്സ്, അത് നീ ചെയ്യണം. സാധനം കൂടിപ്പോയി. അതേ പറഞ്ഞ കൂടിപ്പോയി. അപ്പോൾ ഇന്ന് ചോറില്ല. ഇതുകൊണ്ടുള്ള കളിയാണ് കളിക്കാൻ. ചോറ് കുറച്ച് വെച്ചോ. അയ്യോ കുറച്ച് എണ്ണ വീത്തണം. എണ്ണ വീത്തിയാലും മയപ്പെടും. ക്യാമറ അകത്തി പിടിക്കും. ക്യാമറമാൻ കൊള്ളൂല എന്ന് ആൾക്കാർ പറയും. ഇതൊന്നും എക്സസൈസ് ചെയ്യാത്തില്ല, വരച്ചാടിയിരിക്കുന്നുണ്ട. അത് കുറയ്ക്കണം. കുറച്ചുകൂടെ വെള്ളം ചേർക്കണം. അങ്ങനെ എടുത്താൽ പിടിക്കുമ്പോൾ വെള്ളം എടുത്ത് വീട്ടാൻ പറ്റില്ല. കുറേശ്ശെ കുറേശ്ശെ കുഴച്ച് വേണം ഇത് ശരിയാക്കാൻ. ഇടിയപ്പം എന്ന് പറയുന്ന സാധനം അങ്ങനെയാണ്.
ഇനി ഇതിനെ നമ്മൾ ഒരു ഉണ്ടയാക്കണം ഈ ചൂടോടുകൂടെ തന്നെ. അതാണ് ഇതിൻ്റെ ഒരു ടെക്നിക്ക്. വെള്ളമൊട്ട് ആകാനും പാടില്ല എന്ന് കറക്റ്റായിരിക്കണം. കൈ കൊണ്ട് ചെയ്യാം, അല്ലാതെ ചൂട് മാറിയിട്ടില്ല. ചൂട് മാറിയിട്ടില്ല. അപ്പൊക്കെ പോ കൊള്ളാം കളയണം. കൊള്ളാം. തലയിൽ വീട് ചൂട് മാറിയിട്ട് ചെയ്. ചൂട് മാറിയിട്ട് ചെയ്യാനുള്ളതല്ല, ഇത് മാവ് പരുവപ്പെടുത്തണം. അതായത് ഋഷിശൃംഗൻ മകർത്തിനെ വളയ്ക്കും പോലെ നിന്നെ വളച്ചെടുക്കുക. ഋഷിശൃംഗൻ വൈശാലി വളച്ചെടുക്കും പോലെ ഈ മാവിനെ വളച്ചെടുക്കണം. ആ ഒരു പരുവായിട്ടുണ്ട്. മാവ് എല്ലായിടും നനഞ്ഞാൽ മതി. തിളച്ച വെള്ളമാണേ, തിന്നാൻ ടേസ്റ്റ് ഉണ്ടായിരിക്കും. പിടാപ്പടും ഇത് കറക്കണഞ്ഞാല് കറക്കിടുക. ഇതാണ് കട്ടിയുണ്ട് കറക്കാൻ പാടായിരിക്കും. ഇത് കട്ടിയുണ്ട് കറക്കാൻ പാടായിരിക്കും. കട്ടിയുണ്ടാക്കാതിരിക്കാനാണ് ഈ മയപ്പെടുത്തുന്നത്. കണ്ട ഉണ്ട ഇങ്ങനെ മയ ഷേപ്പുണ്ടാക്കും. അപ്പോഴേ മാവ് ഇതിപ്പോൾ കുറേ ഉണ്ടല്ലോ കത്തി. അത് നമുക്ക് കറിയൊക്കെ വെച്ചിട്ട് പിന്നെ വൈകിട്ടൊക്കെ കഴിക്കാന്നേ സീനില്ല. മയപ്പെടുത്തിട്ടുണ്ട് ഞാൻ. വളച്ച് ഇന്നത്തെ ആഹാരം ഇത് തന്നെ. വളച്ച് ഞാൻ പരുവപ്പെടുത്തി എടുത്ത് ഞാൻ ചൂടൊക്കെ മാറി തറയിൽ കൂടി പരുവായിട്ട്. അപ്പൊ ഇടിയപ്പത്തിന് ഇങ്ങനെയാണ് മാവ് കുഴക്കേണ്ട ഗൈസ്. നമ്മുടെ ബോയ്സ് കുക്കിംഗ് അറിയാത്തവർക്ക് ചെയ്യേണ്ട കാര്യം ഇങ്ങനെയാണ് കേട്ടോ. ഒറ്റയ്ക്ക് ലൈഫിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നവർ ഇടിയപ്പം തിന്നണമെന്ന് തോന്നിയാൽ വീട്ടിലെ ഫുഡ് ഇങ്ങനെ ഇട്ട് കറക്കണം. ഇതെന്ത് കറി വെക്കാൻ പോണേ? ഫുള്ളൊക്കെ കിഴങ്ങ് കറിയും ഇടിയപ്പമാണ് ഇന്നത്തെ ബ്രേക്ക്ഫാസ്റ്റ്. ഓക്കെ, അടുത്ത് പുതുക്കുന്ന സമയത്ത് ഞാൻ വരുന്നതാണ്. ഓ ഇതിൽ ഞാൻ ചെയ്യാണ്. അപ്പോൾ നമ്മൾ ഇടിയപ്പം ഇതിപ്പോൾ 3 എണ്ണം ഇതിനകത്ത് വെക്കാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഒരു സ്റ്റെപ്പ് മാവ് ഓക്കെ നല്ലോ. ഇതിങ്ങനെയാണ് ചെയ്യേണ്ടത്. ഓക്കെ, അപ്പം ഇതിനെ നമ്മളിങ്ങനെ തുറന്നിട്ട് ഇതിനകത്തിൻ്റെ വേറെ ബാലൻസ് മാവൊന്നുമില്ല. പക്ഷെ വേറൊരു ചിപ്പിലി മാവുണ്ട്, അതായത് ഇതിലെ സ്റ്റീല്, അത് വലിയ പാടാണ് കേട്ടോ. ഇപ്പോൾ ഒരു 3 പ്രാവശ്യം നിറയ്ക്കാനുള്ള മാവേ ഉള്ളൂ.
ഓക്കെ, അടുത്ത മാവ് കൂടെ നമ്മൾ അരച്ച് കഴിയും. ഓക്കെ, ഇതിരുന്ന് വേവട്ടെ ഗെയ്സ്. അപ്പോഴത്തേക്ക് നമുക്കൊരു കോഫി കുടിക്കാം. അപ്പം നമ്മുടെ നെയ്യ് വീറ്റിയ കോഫിയാണ് നമ്മൾ കുടിക്കാൻ പോകുന്നത്. ചൂട് കുറവായിരുന്നു, അതുകൊണ്ട് പെട്ടെന്ന് കുടിച്ചു. നെയ്യ് വീറ്റിയതാണ് ഞാൻ കുടിക്കുന്നത് എന്നും രാവിലെ. എക്സസൈസ് ചെയ്യണം, അതിനുള്ള തയ്യാറെടുപ്പിലാണ്. ഓക്കെ, ബൈ. അപ്പോൾ ഗേയ്സ്, ഞാൻ എക്സസൈസിലാണ്, കഴിഞ്ഞിട്ടില്ല. അപ്പോൾ ഞാൻ എക്സസൈസ് കയറിൽ വെയിറ്റ് കെട്ടി വലിക്കുകയാണ്. കാരണം ബ്രസ്റ്റിൽ റൗണ്ട് ഷേപ്പിൽ വരാനാണ്. അതായത് എല്ലാവരും ചക്ക എന്ന് പറയില്ലേ, ബ്രസ്റ്റ് ചക്ക പോലെ ഇരിക്കുന്ന, ചക്ക പോലെ തൂങ്ങി കിടക്കുന്നതെന്ന് പറയില്ലേ, അതൊന്ന് തൂങ്ങിയതിന് ഒന്ന് ഷേപ്പ് വരത്തില്ലേ, റൗണ്ടായിട്ട്. ആവറേജ് വരും കേട്ടോ. ആവറേജ് എത്ര തൂങ്ങിയിട്ടുള്ള ബ്രസ്റ്റും ഇതൊക്കെ ചെയ്താൽ ആവറേജ് ഒരു ഷേപ്പ് ബോളായിട്ട് വരും കേട്ടല്ലോ. അപ്പോൾ അതാണ് ഇതിപ്പോൾ കുപ്പിയും വെള്ളവും കൂടി. ഇത് ഏകദേശം ഒരു 4 കിലോ ഉണ്ട്. ഞാനിങ്ങനെയാണ് ജിം പ്രാക്ടീസ് ചെയ്യുന്നത്. ഇപ്പോൾ ഒരു 4 കിലോ ഉണ്ട്. ഇതിനകത്ത് ഈ 4 കിലോ കൂടെ വെക്കുവാണ്. അപ്പോൾ 8 കിലോ നമ്മൾ തൂക്കി വലിക്കുകയാണ്. ഇത് എക്സസൈസ് 4 കിലോ ആദ്യം ചെയ്തു. അപ്പോൾ ഇത് വല്ലപ്പോഴും ഞാൻ ചെയ്യുള്ളൂ. വല്ലപ്പോഴും എന്ന് പറഞ്ഞാൽ ആഴ്ചയിൽ ഒരു 3 പ്രാവശ്യമൊക്കെ ചെയ്യും. ഓക്കെ, ഇത് നമ്മുടെ ഷോൾഡർ ഈ ഭാഗം അത്രയ്ക്കും വേണ്ടിയുള്ള എക്സസൈസാണിത്. വയറിനുള്ളത് ചാട്ടം, ഓട്ടം, ഷേപ്പ്ലെസ് ഉണ്ടാക്കുന്ന അത് വേറെയാണ്. ഈ സിസ്റ്റത്തിനുള്ളതാണ്. അതായത് നമ്മുടെ ഈ ഷോൾഡർ ഇവിടെയൊക്കെ ചത ഇറങ്ങി കിടക്കില്ലേ, അതൊക്കെ ഒതുങ്ങാൻ വേണ്ടിയുള്ള എക്സസൈസാണിത്. ഇത് വെയിറ്റ് 8 കിലോകളതിന് കിട്ടി. നമ്മൾ ഇത് എടുത്ത് നമുക്ക് പിന്നെ വെയിറ്റ് നമുക്ക് കുറവായിട്ട് തോന്നുമല്ലോ. തോന്നുന്ന സമയത്ത് പിന്നെ 2 കിലോ 1 കിലോ കയറ്റി മാക്സിമം നമുക്കൊരു സ്ത്രീയൊക്കെ ഒരു 15-20 കിലോ വരെ തൂക്കാവുന്നതാണ് എന്നെ സംബന്ധിച്ച്. വേറെ സ്ത്രീകൾ ഒരുപാട് തൂക്കുന്നവരുണ്ട്. അപ്പോൾ ഇത് നമ്മൾ ആദ്യം രണ്ടും ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കണം, ബോൾ രൂപത്തിലാക്കിയെടുക്കണം. ഒരു പരിധി വരെ നമുക്കത് കഴിയും കേട്ടോ. ഒരു പരിധി വരെ നമുക്ക് അതിന് കഴിയും. അത് കഴിഞ്ഞിട്ട് കസേരയിട്ട് ലെവൽ ചെയ്ത് ഇരിക്കും. ഇത് ഇതിപ്പോൾ ഞാൻ നമ്മുടെ യൂട്യൂബ് ചാനലിലെ പിന്നെ ജിം ട്യൂട്ടോറിസം കണ്ട് പഠിച്ച് പിന്നെ ഞാൻ പോയി ചെയ്തിട്ടുണ്ട് നേരത്തെ. ഇപ്പോഴാണ് ചെയ്യാത്തത്. അപ്പോൾ കണ്ട് ട്യൂട്ടോറിയൽ എടുത്തിട്ടാണ് ഞാനിതെല്ലാം പ്രാക്ടീസ് ചെയ്യുന്നുണ്ട്. നേരത്തെ പ്രാക്ടീസ് ചെയ്യുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഒരു 3 വർഷമായിട്ട് ഞാനിത് ശരീരം സൂക്ഷിക്കാത്തതാണ്. മോളുടെ പിന്നാലെ നടക്കുന്നത് കൊണ്ടാണ്. അപ്പം പിന്നെയും ഞാൻ ഫ്രീ ആകാൻ പോവുകയാണ്. കാരണം മോളുടെ ഡിഗ്രിയൊക്കെ കഴിഞ്ഞ് അവൾ ജോബ് നേടാനുള്ള സിറ്റുവേഷനായി. അപ്പോൾ ഡിഗ്രി കഴിഞ്ഞാൽ ഞാൻ ഫ്രീ ആകും. അപ്പോൾ എൻ്റെ ബോഡി എനിക്ക് ഇവിടെ നോക്കാവുന്നതാണ്. അപ്പോൾ ഇതാണ് സിസ്റ്റം. അപ്പോൾ ഞാൻ വെയിറ്റ് വലിക്കുക, ഇങ്ങനെ പിടിച്ചിട്ട്. ഇത് വേറൊരു സാധനത്തിന് വേണ്ടിയുള്ളതാണ്. ഈ ഷോൾ ഇത് നമ്മൾ വെയിറ്റ് ഇങ്ങനെ വലിക്കണം.
അതായത് നമ്മൾ സമസം ഇരുന്നിട്ട് ഇങ്ങനെ കുറേശ്ശെ വലിക്കുക കേട്ടോ. കാരണം ഇപ്പോൾ ഒരു 10 പ്രാവശ്യം എടുത്തിട്ടുണ്ട്. ഞാൻ പൊക്കത്ത് കപ്പി ഇട്ടിട്ടുണ്ട്. കപ്പി കയറും. നമ്മളാ ബ്രസ്റ്റ് ബോൾ രൂപത്തിലാകാൻ വേണ്ടിയുള്ളതാണ് കേട്ടോ ഇത്. ഇപ്പോൾ ഓവറേജ് ഇച്ചിരി ബോൾ രൂപത്തിലായി കണ്ടോ. അപ്പം ഞാനിപ്പോൾ ഏകദേശം രണ്ടാഴ്ചയല്ല ഒരാഴ്ച കൊണ്ട് ചെയ്തു കേട്ടോ. ബോൾ രൂപത്തിലാകും. അപ്പോൾ അത് നമ്മൾ ഇവിടുത്തെ കൊഴുപ്പെല്ലാം മാറ്റിയിട്ട് ഇത് കറക്റ്റ് ബോൾ രൂപത്തിലാക്കി ഷേപ്പ്ലെസ് ഉണ്ടാകും കണ്ടോ. എൻ്റെ ഇവിടെയൊക്കെ കണ്ടോ കൊഴുപ്പ് നേരത്തെ അടിഞ്ഞു കൂടിയിരുന്നു. അപ്പോൾ ഷേപ്പ്ലെസ്. ഇനി ഇച്ചിരി കൂടെ വയറൂടെ കുറച്ച് ഇത് ഷേപ്പ്ലെസ് ഉണ്ടാക്കി ഈ ചക്ക മാങ്ങ തേങ്ങ എന്നുള്ള വിളി കുറച്ചൊക്കെ ഒതുങ്ങി കിട്ടും. ദിസ് ചലഞ്ച്. അപ്പോൾ ഷേപ്പ് രൂപത്തിലാക്കുകയാണെങ്കിൽ നല്ല ഷേപ്പ് ഉണ്ടാവും. ലോകസുന്ദരി പട്ടത്തിനൊന്നും അല്ല പോകുന്നത്. നമ്മൾ ബോഡി ഷേമിങ് എന്ന് നടത്തുന്നവർ നമ്മളങ്ങനെ ആയിട്ടാണല്ലോ നമ്മളെ ബോഡി ഷേമിങ് നടത്തുന്നത്. നമ്മൾ ആവറേജ് ഒരു ഫിറ്റ് ഉണ്ടായാൽ നമ്മളിത് പറയാൻ പറ്റത്തില്ലല്ലോ. അപ്പോൾ അത് എന്നെക്കൊണ്ട് കഴിയാവുന്ന രീതിയിൽ ഞാൻ ബോഡി ഫിറ്റാക്കി വയ്ക്കുന്നു. ഇപ്പോൾ സമയം ഇവിടെ 11:10. അപ്പം ഞാൻ 10 മണിക്ക് തുടങ്ങിയതാണ്. കുറേശ്ശെ ചെയ്തെടുക്കുകയാണ്. അപ്പോൾ കൈയുടെ എക്സസൈസാണ്, അതായത് ഷോൾഡർ ബ്രസ്റ്റിൻ്റെ എക്സസൈസാണ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇത് പാർട്ടായിട്ടാണ് ചെയ്യാനുള്ളത് കേട്ടോ. എല്ലാം കൂടെ ഒത്തും നടക്കില്ല. രാവിലെ നേരം ബ്രസ്റ്റിൻ്റെയും ഷോൾഡറിൻ്റെയും ഇവിടെ നിന്ന് മേലിലോട്ടുള്ള എക്സസൈസ് ചെയ്യുകയാണെങ്കിൽ വൈകുന്നേരം നമ്മൾ വയറിനുള്ളത് ചെയ്യുക. ചാട്ടം, ഷേപ്പ്ലെസ് ഒക്കെ ചെയ്യുക. ഇപ്പോൾ നമുക്കിത് ചെയ്തിട്ട് പുഷപ്പ് കൂടെ ചെയ്യുമ്പം ഒരു റൗണ്ട് ഹാർട്ട് പെട്ടെന്ന് അങ്ങോട്ട് വലിക്കില്ല. അപ്പോൾ നമ്മൾ വീണ് പോകും. പലരും ഈ ഹാർട്ട് അറ്റാക്കായിട്ട് വന്ന് മരിച്ചു പോകുന്നു എന്ന് കേട്ടിട്ടില്ല. എക്സസൈസ് ഓവറായി പോയിട്ട് ഹാർട്ടിന് പിടിച്ച് നിൽക്കാണ്ട് ശ്വാസം മുട്ടിയിട്ട് ചത്ത് പോകുന്നതാണ്. ഓക്കെ, ജിമ്മിലൊക്കെ പോകുന്നവർക്ക് കൂടുതൽ സംഭവിക്കുന്നതാണ് ഓവർ എക്സസൈസ്. ഓവർ പതുക്കെ ചെയ്യുകയാണെങ്കിൽ ആയുഷ്കാലം ജീവിക്കാനുള്ള അനുമതി ദൈവത്തിൽ നിന്ന് കിട്ടും. അപ്പോൾ നമ്മൾ അടുത്ത് ഞാൻ 10 കൂടെ എടുക്കുകയാണ്. പത്തായിട്ടുണ്ട്. അതിനകത്ത് വെയിറ്റ് ഇരിക്കുന്നു, അതുകൊണ്ട് തറയിലിടിച്ചു. ജിമ്മിൽ പോകാതെ തന്നെ നമുക്ക് ജിം പ്രാക്ടീസ് ചെയ്യാനുള്ള സംവിധാനം. ഇപ്പം 20 പ്രാവശ്യം ചെയ്തിട്ടുണ്ട്. 50 പ്രാവശ്യം ഇത് ചെയ്യണം, എന്നാൽ മാത്രമേ ഫലം ഉണ്ടാവുകയുള്ളൂ കേട്ടോ. ആദ്യം തുടക്കത്തിൽ 10, പിന്നീട് 20, പിന്നീട് 30, ഇങ്ങനെ ചെയ്താൽ മതി. ഞാനിപ്പോൾ ഓൾറെഡി നേരത്തെ 50 പ്രാവശ്യം എടുത്തിരുന്നു. ഇപ്പോൾ 20 പ്രാവശ്യം, ഇനി 30 കൂടെ എടുക്കണം. ഇനി വേറൊരു എക്സസൈസ്, നമ്മുടെ ഷോൾഡറിൽ കൊഴുപ്പ് കിട്ടുന്നത്. ഷോൾഡർ റൈസിന് ബാക്കിൽ അമിതമായിട്ട് ഇങ്ങനെ തൂങ്ങി കിടക്കുന്നില്ലേ,
അതിനുള്ള എക്സസൈസ് തിരിഞ്ഞിരുന്നിട്ട് ഞാൻ എടുക്കുക, തിരിഞ്ഞിരിക്കുക. എന്നിട്ട് ഇത് ബാക്കിലോട്ട് ഇങ്ങനെ വലിക്കുക. അതല്ല സ്പീഡ് കൂട്ടല്ലേ, പതുക്കെ ചെയ്യണം. കാരണം ഇത് നമ്മൾ ദേഹത്ത് ഇടിക്കരുത്. അപ്പോൾ ഞാൻ പതുക്കെ ചെയ്യുന്നത്. നമ്മുടെ ബോഡിക്ക് എന്തെങ്കിലും ഒലച്ചിൽ വരികയാണെങ്കിൽ ഇത് ദേഹത്ത് തട്ടും, നമ്മളെ കൺട്രോൾ തെറ്റും. അപ്പോൾ ഇതാണ് ഒരു എക്സസൈസ്, നമ്മുടെ ഇവിടത്തേക്കുള്ള എക്സസൈസ്. നമ്മുടെ ഒരു ജിമ്മിൽ പോകാതെ തന്നെ നമുക്ക് വീട്ടിൽ ഈ ടെക്നോളജിയൊക്കെ ഞാൻ ഉണ്ടാക്കിയതാണ് കേട്ടോ. അതായത് ജിമ്മിൽ സെൻറ്ററിൽ പോകാതെ വീട്ടിൽ ഇരുന്ന് എങ്ങനെ ജിം പ്രാക്ടീസ് ചെയ്യാൻ പറ്റും എന്നുള്ള രീതിക്കാണ്. ഇതിപ്പോൾ 20 എടുത്തിട്ടുള്ളൂ, ബാക്കിയും കൂടെ എടുക്കണം. പുഷപ്പ്, പിന്നെ 2 ചാട്ടം നിർത്തുക, എന്നിട്ട് വൈകുന്നേരം പിന്നെ ബാലൻസ് ചെയ്യാം. ഓവറായിട്ട് ഒരുപാട് നേരം നമ്മുടെ ഹാർട്ടിനെ നമ്മൾ ഹീറ്റാക്കാൻ പാടില്ല, കിതപ്പിക്കാൻ പാടില്ല. ഓക്കെ, കൂളായി വരുന്നില്ലേ? ഇതാണ് എൻ്റെ വർക്കൗട്ട് ടെക്നിക്ക്. അപ്പോൾ ഇനിയിപ്പോൾ കുറേ പേജിൽ ഒരുപാട് ആക്ഷേപങ്ങൾ വരും. ഞാൻ കാര്യമാക്കുന്നില്ല. കുശുമ്പുള്ളവർക്ക് എന്തുവേണമെങ്കിലും പറയാം. അപ്പോൾ ഇതാണ് എൻ്റെ ജിം പ്രാക്ടീസ്. ജിമ്മിൽ പോകാൻ താല്പര്യമുണ്ടോയെന്ന് കേട്ടാൽ അത്ര താല്പര്യം കുറവാണ്. കാരണം അവിടെ വാങ്ങിക്കുന്ന ഞങ്ങൾ ക്യാഷും കൊടുക്കണം, ചുമ്മാ മത്സരബുദ്ധിയും. പിന്നെ അവിടുത്തെ ജിം ട്രെയിനറും നമ്മൾ ഓവറായിട്ടിട്ട് വർക്ക് ചെയ്യിപ്പിക്കും. നമുക്കത് പറ്റിയില്ലെങ്കിലും ഓവറായിട്ടിട്ട് വർക്ക് ചെയ്യിപ്പിക്കും. ഇത് നമ്മുടെ ഇഷ്ടാനുസരണം നമ്മുടെ ബോഡിക്ക് കംഫർട്ട്, നമ്മളെ ബോഡി വീക്കാണോ എന്നൊക്കെ നോക്കിയിട്ട് നമുക്കത് ചെയ്യാവുന്നതാണ്. നമ്മുടെ ബോഡി നമുക്കൊക്കെ അറിയാമല്ലോ, നമ്മുടെ ബോഡി എവിടെയാണ് നമുക്ക് വീക്ക്. പക്ഷെ ജിം പ്രാക്ടീസ് നമ്മൾ പറഞ്ഞാൽ പറയും മടിയടിച്ചിട്ടാണ് എന്ന് പറയും. അപ്പം അവരുടെ വായിരിക്കും നമ്മൾ കേൾക്കണ്ടല്ലോ, നമുക്ക് സ്വന്തമായിട്ട് ചെയ്യാമല്ലോ. ഓക്കേ.